ആമീസ് വേൾഡ് 2025 പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നാം പരക്കെ കേൾക്കുന്ന ഒരു വാക്കാണ് മീഡിയേഷൻ. പലരും ചോദിച്ചിട്ടുമുണ്ട്, മീഡിയേഷൻ എന്നാൽ കോടതിയുടെ പുറത്തോ കോടതിയുടെ മേൽനോട്ടത്തിലോ ഒരു സൗഹൃദപരമായ തർക്ക പരിഹാര മാർഗമാണ് മീഡിയേഷൻ. ഇവിടെ ഒരു നിഷ്പക്ഷ മധ്യസ്ഥൻ അഥവാ മീഡിയേറ്റർ ഉണ്ടാവും. അദ്ദേഹം കോടതി നടപടികൾക്കപ്പുറത്ത് ഇരുപക്ഷത്തോടും സംസാരിച്ച് പ്രശ്ന പരിഹാരം ഉണ്ടാക്കുന്നു. ഇനി ഏതൊക്കെ സന്ദർഭങ്ങളിൽ സാധാരണയായി കോടതി മീഡിയേഷൻ നിർദ്ദേശിക്കുന്നു എന്ന് നോക്കാം. കുടുംബ കോടതി കേസുകളിൽ മീഡിയേഷൻ നിർദ്ദേശിക്കാറുണ്ട്. വിവാഹമോചനം, മെയിൻ്റനൻസ്, ചൈൽഡ് കസ്റ്റഡി, ഡൊമസ്റ്റിക് വയലൻസ് റിലേറ്റഡ് ഡിസ്പ്യൂട്ട്സ് എന്നിങ്ങനെയുള്ള കേസുകളിൽ ബന്ധം തുടർന്നുകൊണ്ട് പോകാമോ എന്ന് മീഡിയേഷനിലൂടെ കോടതി ശ്രമിക്കുന്നു. ഇനി സിവിൽ കേസുകളുടെ കാര്യം നോക്കിയാൽ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട്സ്, ബൗണ്ടറി ഡിസ്പ്യൂട്ട്സ്, മണി റിക്കവറി, കോൺട്രാക്റ്റ് ഡിസ്പ്യൂട്ട്സ് തുടങ്ങിയ സിവിൽ മാറ്ററുകളിൽ സെറ്റിൽമെൻറ്റ് പോസിബിൾ ആണോ എന്ന് കോടതി നോക്കും. വാടക, ഭൂമി ഇടപാട് തർക്കങ്ങൾ പരിഹരിക്കാനായി മീഡിയേഷനിലൂടെ കോടതി ശ്രമിക്കാറുണ്ട്. അതായത് ലാൻഡ് ലോഡ് ടെനൻ്റ് ഡിസ്പ്യൂട്ട്സ്, ഇവെക്ഷൻ ഇഷ്യൂസ്, ഇവിടെയൊക്കെ കോംപ്രമൈസ് സാധ്യമാണോ എന്ന് കോടതി മീഡിയേഷനിലൂടെ ശ്രമിക്കും. കൂടാതെ ബിസിനസ്, കൊമേഴ്ഷ്യൽ കേസുകളിലാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡിസ്പ്യൂട്ട്സ്, ബിസിനസ് എഗ്രിമെൻറ്റ്സ്, ഫിനാൻഷ്യൽ ഡിസ്പ്യൂട്ട്സ്, ഇവിടെയൊക്കെയും മീഡിയേഷൻ കോടതി പരിഗണിക്കാറുണ്ട്. ക്രിമിനൽ കേസുകളിൽ പരിമിതമായി മാത്രമാണ് മീഡിയേഷൻ നടത്തുക. IPC 323, 504, 506 പോലെയുള്ള ചെറിയ കുറ്റകൃത്യങ്ങളിൽ മീഡിയേഷൻ ശ്രമിക്കും. സീരിയസ് ക്രൈംസിൽ മീഡിയേഷൻ പരിഗണിക്കാറില്ല. കേസ് സെറ്റിൽമെൻറ്റിന് സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ, ദീർഘകാല ലിറ്റിഗേഷൻ ഒഴിവാക്കാൻ കഴിയുമെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ പാർട്ടികൾക്ക് വില്ലിങ്നെസ് ഉണ്ടെന്ന് തോന്നിയാൽ ഒക്കെ കോടതി മീഡിയേഷന് നിർദ്ദേശിക്കും. കേസുകൾ വേഗത്തിൽ തീർക്കാനും കേസ് നടത്തിപ്പിൻ്റെ ചെലവ് കുറയ്ക്കാനും പാർട്ടീസിൻ്റെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും ബന്ധങ്ങൾ തകരാതെ നോക്കാനും മീഡിയേഷൻ സഹായിക്കും. മീഡിയേഷൻ കോടതി വിധിയല്ല, കക്ഷികൾ തമ്മിലുള്ള ഒത്തുതീർപ്പാണ്. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾക്കും സംശയങ്ങൾക്കും മെസ്സേജുകൾ അയയ്ക്കുക. ആമീസ് വേൾഡ് 2025 തുടർന്നും കാണുക. നന്ദി, നമസ്കാരം.